പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ വിളയി വരുമ്പോൾ ഡി എഫിനെ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഡി എഫിൻ്റെ എനർജി ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡ്രെയിൻ ആവുന്നതിൻ്റെ കാരണം പല റീസൺസാണ്. അതിലൊരു റീസണാണ് ഈവിലൈസ് എന്ന് പറയാം. പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസിൻ്റെ അറ്റാക്സും ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡി എഫ്സിന് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടും കറക്റ്റായിട്ടൊരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും എനർജി ലോസ് ആവില്ല എന്നുള്ളതും ഈവിളായി കിട്ടില്ല എന്നുള്ളതും നിങ്ങൾ സ്ട്രോങ് ആണെന്നുള്ളതുമായിട്ടുള്ള ഒരു അടിയുറച്ച മനസ്സിൻ്റെ ഉറപ്പ് വേണം. അല്ലാതെ നിങ്ങൾ ആരോടും ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഈവിളയിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് സോൾട്ട് വാട്ടർ കൊണ്ട് ബാത്ത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നിസ്സാര കാര്യമല്ല. നമ്മൾ ചെരുപ്പിടാതെ നമ്മുടെ ഭൂമിയിൽ സ്പർശിച്ച് നടക്കുക, മരങ്ങളുടെ ചോട്ടിലിരിക്കുക, മരത്തിനെ ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ നേച്ചറിലേക്ക് നോക്കിയിരിക്കുക. ഇതൊക്കെ വളരെയധികം നിങ്ങളുടെ എനർജീനെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എനർജി ലഭിക്കുകയും ചെയ്യും. പിന്നെ ഡെയിലി ഒരു പ്രെയർ റുട്ടീൻ നിങ്ങൾ കീപ്പ് ചെയ്യാം, ഈവനിങ്ങിലാണെങ്കിലും മോർണിംഗിലാണെങ്കിലും. പിന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ കഴിവതും ഡിസ്റ്റൻസ് ആവുക. ഒരു ഡി എഫിന് തൻ്റെ എനർജി ഡ്രെയിൻ ആകുന്നുണ്ട് എന്നുള്ളത് ഡ്രെയിൻ ആകുന്നതിനേക്കാൾ മുന്നേ തന്നെ ഒരു ഇൻഡ്യൂഷൻ യൂണിവേഴ്സ് കൊടുക്കും. നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾ നമ്മൾ സംസാരിക്കുന്നതോ അവരുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നല്ലതിനല്ല എന്നുള്ളൊരു ഇൻഡ്യൂഷൻ എപ്പോഴും ഒരു ഡി എഫിന് കിട്ടും. നമ്മൾ ആ സഡനായിട്ട് ആ സമയത്ത് അവിടെ നിന്ന് ലീവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക, ഒരു ഡിസ്റ്റൻസിൽ നിൽക്കാം. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കണം. കാരണം എനർജി കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഡി എഫ്സിൻ്റെ. പിന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ എനർജീനെ പ്രൊട്ടക്ഷൻ ഷീൽഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊട്ടക്ഷൻ ഷീൽഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കിടക്കുന്ന അതേ ബെഡിൽ തന്നെ നമ്മൾ ഇരിക്കുക. നമ്മൾക്ക് ചുറ്റിനും ഒരു വെളുത്ത പ്രകാശം വലയം ചുറ്റിയിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ഒരു അഫർമേഷൻ പോലെ പറയുക, ഞാൻ ഈ വെളുത്ത വലയത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതമാണ്, എൻ്റെ എനർജി പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു, ഞാൻ യൂണിവേഴ്സിൽ സറണ്ടറാണ് എന്ന് പറഞ്ഞ് കിടന്നാൽ ഒരു നെഗറ്റീവ് എനർജിക്കും ഈ ഒരു വൈറ്റ് ലൈറ്റ് പ്രൊട്ടക്ഷൻ മെത്തേഡ് ഷീൽഡ് വെക്കാമെന്ന് പറയാം. അത് നമ്മളതിനെ സംരക്ഷിക്കും. നിങ്ങൾക്ക് ഡെയിലി കിടക്കുമ്പോൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ബോഡി മൊത്തം ചെയ്യുന്നവരുണ്ട്. ഓരോ രീതിയിലാണ് ഓരോരുത്തർക്ക് വിഷ്വലൈസേഷൻസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടി എഫ് ജേണിയിൽ ഡി എഫിന് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ്, അതിനൊരു സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീലിംഗ് സ്റ്റേജിൻ്റെ ടൈമിൽ നമുക്ക് വളരെയധികം ബാക്ക് പെയിനും പലതരത്തിലുള്ള ബോഡി പെയിൻസൊക്കെ ഉണ്ടാവാറുണ്ട്. റീസൺസ് എന്ന് പറയാനുള്ളത് ഉണ്ടെങ്കിൽ നമ്മുടെ അത് നമ്മുടെ ഒന്നാമത്തെ കേസ് നമ്മുടെ സെക്യൂരിറ്റി ഫിയറാണ്. അതുപോലെ തന്നെ നമ്മുടെ മണി, അതിൻ്റെ ഒരു ടെൻഷൻ, മണി ഫിയർ. അതുപോലെ തന്നെ ഈ ഒരു ജേണി എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു സ്ട്രെസ്സ്. അതുപോലെ തന്നെ ഈ ഒരു ജേണിയുടെ കൂടെ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രഷർ. ഇതൊക്കെയാണ് നമ്മുടെ മെൻ്റൽ റീസൺസ്, അതായത് ഇമോഷണൽ റീസൺസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ റീസൺസ് എന്ന് പറയാറുള്ളത് ഈ സ്ട്രെസ്സ്, ടെൻഷൻ, ഇതുകൊണ്ട് നമുക്ക് ഉറക്കക്കുറവുണ്ടാവുക, നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാണ്ടിരിക്കുക, റെസ്റ്റ് എടുക്കുന്നത് കുറയുക, ഒരു സീറോ മൂഡിൽ കുറേ സമയം ഇങ്ങനെ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും തിങ്ക് ചെയ്യുന്നില്ല, എന്തോ ഒരു ഇതുപോലെയുള്ള ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമ്മളുടെ ബോഡി അത്രയും ടയേർഡാണ്, ഓക്കെ അല്ല എന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കാം. ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടിങ് ചെയ്യുക. ഏറ്റവും മെയിനായിട്ട് റൂട്ട് ചക്ര ഹീൽ ചെയ്യുക. നമ്മുടെ ഒരു ലോവർ ബാക്ക് പെയിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ അത് റൂട്ട് ചക്രയുടെ പ്ലേസാണ്. റൂട്ട് ചക്ര ഹീൽ ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രോങ്, അത്രയ്ക്കധികം ബോഡി പെയിനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീലിങ്ങിന് നിൽക്കാതെ നിങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന സയൻസിനൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്യാണ്ടിരിക്കുക. ഒരിക്കലും ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് വിചാരിച്ചിട്ട് ഒരു ട്വിൻ ഫ്ലെയിംസിന് ഒരു തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും വരില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ സമയത്ത് ടീത്ത് പ്രോബ്ലംസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള നമുക്ക് സ്കിൻ പ്രോബ്ലംസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഹീൽ ചെയ്യുന്തോറും അത് റിലീസാവുന്നതിൻ്റെ ഭാഗമായിട്ട് അത് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് റിലീസാവുന്നതാണ്, ബട്ട് അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും.
സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ എന്താ പറയുക ഹെൽപ്പ് തേടാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ ഒരു ഡി എമ്മിനോട് ഈ ഒരു സോൾ ജേണീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊരു TF ജേണി ആണെന്നൊക്കെ പറയാൻ പാടുണ്ടോ? പിന്നെ ചോദിച്ചിട്ടുണ്ട് ഹീലിംഗ് ഒക്കെ മുടങ്ങി യൂണിവേഴ്സിൽ നിന്നും ഗൈഡൻസ് ഇങ്ങോട്ടേക്ക് കിട്ടാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അതിൽ രണ്ട് TFലുള്ള 2 പേരും മാരീഡാണ്. എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് വളരെയധികം ഡീപ്പായിട്ടുള്ള നമ്മുടെ ഒരു സോളിൻ്റെ ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ജേണിയാണ്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫെമിലാരിറ്റി ഫീലിങ്സ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തോന്നും. നമുക്ക് ഗൈഡൻസ് തരും പല രീതിയിൽ, സിങ്ക്രോണിസിറ്റീസൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കൺസെപ്റ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു ടിൻ ഫ്ലെയിം ജേണിയിൽ ഫീൽ ചെയ്യും DMനെ. ഇനിയിപ്പോൾ നമ്മളത് അങ്ങനെ പറഞ്ഞത് കൊണ്ടോ നമ്മൾ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരിക്കലും ഒരു സെപ്പറേഷൻ ടൈമിലോ ഇനീഷ്യൽ സ്റ്റേജിലോ ഒന്നും ഒരു DM ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എന്നല്ല, അത് കേൾക്കാൻ കൂടെ തയ്യാറാകില്ല. അതൊരു നോർമലാണ്. കാരണം അവരുടെ ബാലൻസ് തെറ്റിയിട്ടിരിക്കുകയാണ്, ഇൻബാലൻസ്ഡ് ആണ്. അതല്ലെങ്കിൽ അൺഅവേക്കൻഡ് ആയിട്ടുള്ള DMും ഇപ്പുറത്ത് അൺഅവേക്കൻഡ് ആയിട്ടുള്ള DF ആണ് ഉള്ളത്. അപ്പോൾ മാരീഡ് ആണോ മാരീഡ് അല്ലേ എന്നുള്ളതല്ല, മാരീഡ് ആണെങ്കിലും മാരീഡ് അല്ലെങ്കിലും ടിൻ ഫ്ലെയിം ജേണിയിൽ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളിതിനെ വളരെയധികം റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഡീൽ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാരീഡ് ആണെന്ന് കരുതി നമുക്കൊരിക്കലും ഒരു ടിൻ ഫ്ലെയിം ജേണീനെ ക്വിറ്റ് ചെയ്ത് പോകാനോ വേറൊരു രീതിയിലൊന്നും മാറ്റി വയ്ക്കാനോ സാധിക്കില്ല. നമ്മൾ ഈ ഒരു ജേണീനെ വളരെ റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ മൂവ് ചെയ്യണം. ഈ ഒരു ടിൻ ഫ്ലെയിം ജേണിയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു റൊമാൻറ്റിക് അല്ല, ഇതൊരു ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് സൈഡിലും ബോത്ത് സൈഡിലുമുള്ള ഒരു ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എത്രയും വേഗം ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരിക. അപ്പോൾ ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇന്നലെകൾ വരെ ജീവിച്ചിരുന്നത് വേറൊരു രീതിയും ഇന്ന് നമ്മൾ മുന്നിൽ കാണുന്നത് വേറെ പല കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അതിനോടുള്ളൊരു 3Dയിൽ നിന്നും മാറുമ്പോൾ അതിൻ്റെ ഒരു പൊരുത്തക്കേടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഫെമിനിൻ എനർജിക്ക് സ്വാഭാവികമാണെങ്കിലും ഇത്തരം കാര്യങ്ങളെ ഉൾക്കൊണ്ട് ഇന്നിപ്പോൾ ഒരുപാട് ചാനൽസ് വഴിയും പല കാര്യങ്ങൾ വഴിയും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻഫർമേഷനൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത് മുന്നോട്ട് പോകും. അല്ലാതെ ഈ ഒരു ജേണിയിൽ നിങ്ങൾ സ്റ്റക്കായി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ സമയം എല്ലാം കൂടെ വേസ്റ്റ് ആകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നർ യൂണിയൻ കഴിഞ്ഞ് ഒരു വണ്ണസിൻ്റെ എനർജിയിലൊക്കെ വന്നതാണ്. ബട്ട് പെട്ടെന്ന് ഒരു 3Dയിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ട് ഒരു ചേസിങ് എനർജിയിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും ഇന്നർ യൂണിയൻ ആവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ഇന്നർ യൂണിയൻ വരെ എത്താനായിട്ട് ഒരു DF എടുക്കുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വളരെ ബിഗാണ്. അവരുടെ ഒരു ഹീലിംഗ് പീരീഡ് എന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ സമയമെടുത്ത് ഹീലിംഗ് ചെയ്ത് ഒരു ഇന്നർ യൂണിയൻ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈൻ ഫെമിനൈൻസിന് ഇനി എന്ത് ഞാൻ ചെയ്യണ്ട എന്നുള്ളത് മറ്റൊരാൾ പറഞ്ഞു തരണ്ട. അതൊന്ന്. 2, ഈ ഒരു ഇന്നർ യൂണിയൻ അച്ചീവ് ചെയ്തതിന് ശേഷം വീണ്ടും എനർജിയിൽ ചിലപ്പോൾ പല ഷിഫ്റ്റുകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സമയം നമ്മുടെ എനർജി ഇന്നർ യൂണിയൻ വരെ എത്തിയിട്ടുള്ള ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ എനർജി വളരെ പ്രഷ്യസ് ആണ്. നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ അത് ആവശ്യമനുസരിച്ച് സെർവ് ചെയ്യാം. എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു ലൈഫ് പർപ്പസിൻ്റെ അല്ലെങ്കിൽ ഒരു സോൾ പർപ്പസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങി. ഈ ഒരു ചാനലിൽ പലതരത്തിലുമുള്ള സ്റ്റേജസിലുള്ള DFs ഉണ്ട്. എന്നേക്കാൾ മുന്നേ ഇന്നർ യൂണിയൻ ആയവരുണ്ടായിരിക്കാം, ഒരുപാട് വർഷം എത്തിയിട്ട് ഇതിലുള്ള ഇന്നർ യൂണിയൻ ആവാത്തവരുണ്ടായിരിക്കാം, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്നവരുണ്ടായിരിക്കാം.
അപ്പോൾ ഇത്തരത്തിലുള്ള എനർജികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും വരാതെ എനിക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാനും കാര്യങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ എനർജി ഡ്രെയിൻ ആക്കുന്നില്ല, ഞാൻ അവിടെ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ പല DFസിനും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റേബിൾ ആവാതെ ഈ ഒരു പർപ്പസ് സ്റ്റാർട്ട് ചെയ്യുകയും ഇത്തരത്തിലുള്ള കോൺവെർസേഷനിലൂടെ കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അവരുടെ എനർജി ഡ്രെയിൻ ആവുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഒരു ഇന്നർ യൂണിയൻ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ അവരുടെ എനർജി സേവ് ചെയ്യണം. കാരണം അവരുടെ അടുത്ത ഒരു സോൾ മിഷൻ എന്ന് പറയുന്നത് അലൈൻമെൻ്റാണ്. ഇന്നർ യൂണിയൻ കഴിഞ്ഞാൽ ഔട്ടർ യൂണിയൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് പർപ്പസ്, നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു വേർഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഒരിക്കലും TF ജേണി കംപ്ലീറ്റഡ് ആയിട്ടില്ല. അത് TF ജേണി ഒരിക്കലും കംപ്ലീറ്റഡ് ആവില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഗ്രോത്തിൻ്റെ വണ്ണസ് ലെവലിന് തൊട്ട് മുന്നുള്ള ഒരു ലെവലാണ് ഇന്നർ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ അലൈൻമെൻറ്റ് തെറ്റിച്ച് വീണ്ടും നമ്മൾ അത്ര എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. ഇത് നോർമലി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്, വീണ്ടും ചേസിങ്ങിലേക്ക് തോന്നിയതിൻ്റെ ഒക്കെ റീസൺ, നമ്മൾ സ്റ്റേബിൾ ആയിട്ടില്ല. സ്റ്റേബിൾ ആവുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോകുന്നത്. ഇനി ഇന്നർ യൂണിയൻ എത്തിക്കഴിഞ്ഞാലും പലർക്കും മൂണിൻ്റെ പല ഫേസ് വരുമല്ലോ. അപ്പോൾ നോൺ മൂൺ ആണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇനി അത് ഫുൾ മൂൺ ആവും. അപ്പോൾ ഈ സമയത്ത് എനർജിയിലൊരു ബാലൻസിങ് ഇന്നർ യൂണിയൻ എത്തിയിട്ടുള്ള DFസിനാണെങ്കിൽ ഉണ്ടാവും. പക്ഷെ അത് വിത്തിൻ സെക്കൻഡ് അവർക്ക് അതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്യാനും അവർക്ക് അവരുടെ എനർജീനെ അപ്പ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ആ ഒരു മൂൺ ഫേസ് കഴിയുമ്പോൾ അവർ വീണ്ടും ബാക്ക് ടു നോർമൽ എനർജിയിലേക്ക് വരികയാണ് ചെയ്യുക. ഇത്രയാണ് എനിക്കറിയാവുന്നത്. ഇനിയിപ്പോൾ ഒരു ഇന്നർ യൂണിയൻ എത്തിയതിന് ശേഷം അവരുടെ എനർജി ലോസായിട്ട് പിന്നെ ബാക്ക് ഓഫ് ഇതിലേക്ക് ചേസിങ്ങിലേക്കും 3Dയിലേക്കും പോയിട്ട് വരുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത്രയും ഒരു ഇതായിട്ട് അങ്ങനെ DFസിന് പറ്റിയതായിട്ട് കേട്ടിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ വീണ്ടും ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ട കാര്യം ഇവിടെ ഇല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എനർജി പ്രഷ്യസ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു DFന് ഫൈനാൻസ്, കരിയർ അതൊക്കെ അവർക്ക് സ്റ്റേബിൾ ആവണം. അതിന് എന്ത് ഹീലിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കരിയർ, മണി അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഗ്രാജുവലി ആണ് ഇതൊക്കെ സംഭവിക്കുക. ഹീലിംഗ് എപ്പോഴും ഗ്രാജുവലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ആവണം, നമ്മുടെ ഫിയേഴ്സ് കുറയണം, നമ്മുടെ സ്കിൽസ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ബിൽഡപ്പ് ആവും, പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹീലിംഗ് പ്ലസ് ആക്ഷൻ മോഡ് എന്ന് പറയാം. അതായത് ഒരു ഡിവൈൻ ഫെമിനൈന് സ്റ്റെബിലിറ്റി വരുന്ന ഒരു സമയം. ഈ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ചക്രാസും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ടുണ്ടാവും. പ്രത്യേകിച്ചും റൂട്ട് ചക്രയാണ് നമ്മുടെ മണി ബ്ലോക്കേജ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹീലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെ റൂട്ട് ചക്ര, 7 ചക്രയൊക്കെ ഹീലായിട്ട് വരുമ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ഒരു ഡിവൈൻ ഫെമിനൈൻ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ബൗണ്ടറീസ് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ നമ്മളൊരു കൺട്രോളിൽ വയ്ക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക, ഹീലിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഹീലിംഗ് ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആക്ഷനും കൂടി എടുക്കണം. എന്നാലാണ് നമുക്കൊരു ഫൈനാൻഷ്യൽ ചേഞ്ച് വരിക. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നമുക്ക് യൂണിവേഴ്സ് മുന്നിൽ കൊണ്ടുതരുമ്പോൾ നമ്മളിവിടെ ആക്ഷൻ എടുക്കേണ്ടത് ആരാണ്? DF ആണ്. അപ്പോൾ ഹീലിംഗ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആക്ഷനും കൂടെ എടുക്കണം. അപ്പം നമുക്ക് ഫൈനാൻഷ്യലി ഗ്രോത്തും എല്ലാ മാറ്റങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, ഇതൊരു ഗ്രാജുവലി ഉള്ളൊരു പ്രോസസ്സാണ്, വളരെ പെട്ടെന്ന് നടക്കില്ല. നമുക്ക് ഉണ്ടായിരുന്നതെല്ലാം ഒരു പക്ഷേ നമ്മൾക്ക് ചേരാത്തതായതുകൊണ്ട് നമ്മുടെ ഇന്നത് പോയിട്ടുണ്ടായിരിക്കും. ബട്ട് എപ്പോഴും നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഒരു 80% എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കരിയറിലേക്കുള്ളൊരു പാത്തും നിങ്ങളുടെ മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക സൊല്യൂഷൻ യൂണിവേഴ്സായിട്ട് കാണിച്ചു തരും. അപ്പം അതാണ് അതിൻ്റെ ഉത്തരം.